ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപർണ ഉണ്ടാക്കിയ ചിക്കൻ കറിക്ക് ഉപ്പ് കൂടിപ്പോയി. ഇനി ഉപ്പ് കൂടുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് സിമ്പിൾ, വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞ് കുറേ വെള്ളം കോരി എടുത്തുകൊണ്ട് വന്ന് കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആ കറി ഒരൊന്നൊന്നര കറിയാക്കി കുറേ ഇട്ട് ഇളക്കി നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായി. അപ്പോൾ ഉപ്പ് കറക്റ്റായി കഴിഞ്ഞപ്പം അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ കോരി നോക്കുക. അപ്പോൾ ഇത് വെള്ളം കൂടിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും ഓർത്ത് ഇങ്ങനെ നിൽക്കുക. കുറച്ചുകൂടെ മുളക് പൊടി ഇടാം. അപർണയുടെ അടുത്ത് കളി എന്ന് പറഞ്ഞിട്ട് കുറേ മുളക് പൊടിയും കൂടെ കൊണ്ടേ കമഴ്ത്തി. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കമഴ്ത്തിയിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ മുടിഞ്ഞ എരിവ്. അയ്യോ എൻ്റെ അമ്മ ഇനി എന്ത് ചെയ്യും ഓർത്തുകൊണ്ട് ഇങ്ങനെ അവിടെ ഉരുളുവാണ്. ഒരു വഴിയും കിട്ടുന്നില്ല. എൻ്റെ ദൈവമേ, ആ പെണ്ണിനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടായി നിൽക്കുന്നു. അവൾക്ക് പറ്റിയ പണി ഇത് തന്നെയാണ്. എന്നിട്ട് ഡോക്ടറാകാൻ വേണ്ടി അവൾ പഠിക്കുന്നത്. എൻ്റെ പൊന്നേ, എന്നെ കൊണ്ട് പറ്റത്തില്ലേ, ഒരു സെർവൻ്റ് ഇല്ലാതെ ഒരു രക്ഷയില്ലെന്നും പറഞ്ഞായി ശാന്തി. ഇപ്പം എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം തന്നെ ഫോൺ എടുത്തിട്ട് ആ പുള്ളിക്കാരിയെ വിളിച്ചു. ഏതാ മല്ലികയെ വിളിച്ചിട്ട് മോളിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചോ, ഞാനിപ്പോൾ ഒന്ന് അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയുക. അതെ, അപർണ കൊച്ചിൻ്റെ വിളി ഇങ്ങോട്ട് വന്നല്ലോ. അപ്പം മല്ലിക അവിടുത്തെ പണി ഇപ്പം തന്നെ നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ടാക്സി പിടിച്ച വേഗം അളകാപുരിയിലേക്ക് വരാൻ പറഞ്ഞു, വൈകരുതെന്നും പറഞ്ഞു. അതെന്തിനാ മോളെ? അതെ, ഇനി നിങ്ങൾ അളകാപുരിയിൽ നിന്നാൽ മതിയെന്നും ഇവിടെ വീട്ടുപണിക്ക് ഒരാളില്ലാതെ ഒന്നും നടക്കില്ലെന്നും പിന്നെ പലരും പല വഴിക്ക് പോയെന്ന കാര്യമൊക്കെ അപർണ പറയുക കേട്ടോ. ഈ അടുക്കളപ്പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണമെന്നായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇങ്ങനെ നോക്കുക. അതെ മല്ലിക, ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി ആകെ കുളമായിട്ടിരിക്കുമോ ഇവിടെ. ഇപ്പോൾ വരണമെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റും? അമൃതക്കുഞ്ഞും ശരൺ സാറും പുറത്തു പോയിരിക്കുകയാണെന്നും അവർ വരാതെ എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്നും മല്ലിക ചോദിക്കുക കേട്ടോ. അത് കേട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുക അപർണ. മാത്രമല്ല കുറച്ച് കാശ് അഡ്വാൻസ് വാങ്ങിച്ചു പോയെന്ന് പറഞ്ഞു. തേനെ പാലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ കൈയൊഴിയുകയാണോ നിങ്ങൾ? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഞാൻ ഇവിടുന്ന് അവിടെ വന്ന് നിന്ന അമൃതക്കുഞ്ഞിനത് സഹിക്കുമെന്ന് ചോദിച്ചു. അവൾ സഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അവളല്ല ഞാനല്ലേ എന്ന് ചോദിച്ചു. നാളെ തന്നെ അവിടുത്തെ കാര്യത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം മോളെ. വീട്ടുപണിക്ക് നല്ല ഒരാളെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാമെന്നും പറഞ്ഞു. അപ്പോൾ അതിന് നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല, വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അയ്യോ വെക്കല്ലേ മോളെ, ഒരു വിവരം പറയാനായിട്ടാ. എന്താ എന്ന് ചോദിച്ചു. വേഗം പറഞ്ഞ് തോലയ്ക്കാൻ പറഞ്ഞു. അവിടുത്തെ അജയ് വക്കീലിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം കൂടി ആ പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കാം. ഏതോ ഒരുത്തിയെ കാണാൻ പോയിരിക്കുക. പിന്നെ ഇതൊക്കെ ജാനകിയെയും അഭിയെയും അറിയിക്കണമെന്നുള്ള കാര്യം അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണല്ലേ എന്ന് അപർണ. അവർ പറയുന്നത് അജയ് അതിൽ നിന്ന് മുക്തനാക്കി എടുക്കണമെന്നുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു. മല്ലിക അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. എന്ത് ചെയ്യൂന്ന് ഇങ്ങനെ ചിന്തിക്കുമോ അന്നേരം അപർണ. മല്ലിക അവിടെ തന്നെ നിൽക്കേ. പിന്നെ അജയുടെ ചുറ്റിക്കളി ആരുമായിട്ടാണെന്ന് അറിയാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്നും പിന്നെ നീ അത് ആരാണെന്ന് എന്നെ അറിയിച്ചാലേ നിനക്ക് ഗുണം ഉണ്ടാകുമെന്നുള്ള കാര്യം പറയുക. പിന്നെ അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എനിക്കത് അറിയത്തില്ലേ. അവർ സംസാരിക്കുന്നിടത്തെ എൻ്റെ ഒരു കാത് അപർണ കൊച്ചിനുള്ളതാണെന്ന് പറഞ്ഞു. എങ്കിൽ മല്ലിക ഫോൺ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഫോൺ അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്രയും കെട്ട കൂട്ടങ്ങൾക്ക് വെച്ച് കൊള്ളുമ്പോൾ എനിക്ക് ഭ്രാന്തല്ലേ. മല്ലിക അളകാപുരിയിലേക്ക് പോകും, നോക്കി നിന്നോ നീ. ഇവിടെയാണെങ്കിൽ പരമാനന്ദ സുഖ, ഇതും കളഞ്ഞ് ഞാനിപ്പോൾ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മല്ലിക അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പ്രഭാവതി ഇങ്ങനെ റൂമിൽ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു. അമ്മ എന്താ ഹോസ്പിറ്റലിലേക്ക് വരാത്തതെന്ന് ചോദിച്ചു. ഞാനെന്തിനും അങ്ങോട്ട് വരണം, എൻ്റെ ആവശ്യം അവിടെ ആർക്കും ഉള്ളതെന്ന് പ്രഭാവതി ചോദിച്ചപ്പം ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ അമ്മേ നമ്മളുടെ കടമകൾ ചെയ്യുന്നതെന്ന് ജാനകി ചോദിച്ചപ്പം കടമകൾ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർക്കേ അതിൻ്റെ ഗുണമൊക്കെ ഉണ്ടാകുമെന്ന് പ്രഭാവതി ജാനകിയോട് കുത്തി പറയുക. ആരും ആർക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കുണ്ടായ നേട്ടം എന്താണെന്ന് അമ്മയൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാവെന്ന് ജാനകി. എന്നാൽ നീ എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞതാ. എന്താ എനിക്ക് ഈ വീട്ടിലുള്ള വില? ആ മനുഷ്യൻ്റെ നിഴലായി എത്രയോ വർഷങ്ങൾ കൂടെ ജീവിച്ചവളാ ഞാൻ. സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഞാൻ അയാൾക്ക് കൂടെ നിന്നതല്ലേ. എന്നിട്ടും ഞാനിപ്പോൾ ഈ വീട്ടിലെ കറിവേപ്പില പോലെ ആയില്ലേ എന്ന് ചോദിച്ചു. അത് അമ്മയുടെ വെറും തോന്നൽ മാത്രമല്ലേ എന്ന് ചോദിച്ചു. അന്നേരം നിനക്ക് കിട്ടാനുള്ളതൊക്കെ നീ നേടിയെടുത്തല്ലോ, ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ആ മനുഷ്യൻ്റെ കാലശേഷം ഈ വീട്ടിൽ എനിക്ക് എന്ത് സ്ഥാനമാണുള്ളത് എന്ന് പുള്ളിക്കാരി ചോദിക്കുക. അതൊന്ന് നീ പറഞ്ഞു തരാവോന്നു. പിന്നെ എവിടുന്നോ വന്ന് കയറിയ നിന്റെ ഔദാര്യത്തിൽ ഈ ജന്മം മുഴുവനും കഴിക്കണോ ഞാൻ? നീ പറഞ്ഞു തരാൻ പറഞ്ഞു. ഇങ്ങനെ ഉച്ച വയ്ക്കുമ്പം അമ്മ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതൊന്നും ഞാൻ കരുതിയില്ല അമ്മേ. അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്.
അമ്മേ, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലല്ലേ അത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രഭാവതി എന്ന് പറയുന്ന വിഷസർപ്പത്തിൻ്റെ ഉള്ളിലെ വിഷം മുഴുവനും ജാനകി തിരിച്ചറിയുക. സ്വത്തും സമ്പത്തും നോക്കിയൊന്നും അല്ലമ്മേ ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്യുന്നു. അമ്മ ചെയ്യുന്നത് ശരിയാണ് എന്ന് അമ്മയ്ക്ക് തോന്നിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്നും ജാനകി തിരിച്ച് ചോദിച്ചു. അമ്മയുടെ ജീവിതാനുഭവമൊന്നും എനിക്കില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ അച്ഛൻ്റെ മരണം വരെ എല്ലാവരും ഈ വീട്ടിലുണ്ടാകണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. വിൽപത്രം കൊണ്ട് പ്രധാനമായും അച്ഛൻ ഉദ്ദേശിച്ചതും അത് മാത്രമാണെന്നും പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുക പ്രഭാവതി. പിന്നെ ഷെയറിൻ്റെ വിഷയം എടുത്തിട്ടത് അമ്മ മാത്രമാണെന്ന കാര്യവും ജാനകി തള്ളച്ചോട് പറഞ്ഞിട്ട് അമ്മ പറയാതെ അച്ഛൻ ഒരിക്കലും അതിന് തുനിയില്ല എന്നും പറഞ്ഞു. അച്ഛൻ്റെ കാലശേഷമേ അച്ഛൻ എഴുതിയ ആ ഒരു വിൽപത്രത്തിന് പോലും സാധ്യതകളുള്ളൂ. പിന്നെ ഇനിയും അതിൽ അച്ഛൻ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ പിന്നെ അമ്മ ഇങ്ങനെ നിന്നതുകൊണ്ട് കാര്യമുണ്ടോ? അമ്മയ്ക്ക് ഇത്രയും വെറുപ്പ് അച്ഛനോട് ഉണ്ടാകാൻ എന്ത് തെറ്റാ അച്ഛൻ ചെയ്തതെന്ന് ചോദിക്കാം. സ്വത്തിൽ അമ്മയ്ക്ക് കൂടി അവകാശം ഉണ്ടെന്ന് അച്ഛൻ അമ്മയോടോ മറ്റാരോടെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അമ്മ അത് പറഞ്ഞപ്പോൾ അച്ഛൻ അമ്പരപ്പോട് കൂടിയാണ് നോക്കിയത്. മുത്തശ്ശിയ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചതും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ചതും. അതിന് കാരണം അമ്മയുടെ മകനല്ലാത്ത അഭിയേട്ടനെ അകറ്റി നിർത്താൻ വേണ്ടി മാത്രമാണെന്ന കാര്യം പറഞ്ഞ് ജാനകി പ്രഭാവതിയോട് പറഞ്ഞു കൊടുത്തു. അച്ഛൻ്റെ കാലശേഷം മാത്രം നിലവിൽ വരുന്ന ഒരു വിൽപത്രത്തെ ചൊല്ലി അമ്മ അച്ഛനെ ഇങ്ങനെ അവഗണിച്ചു കളയരുതെന്നും ജാനകി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. കഴുത്തിൽ കിടക്കുന്ന താലിക്ക് ജീവൻ്റെ വിലയാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാനെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞു പ്രഭാവതി ഇങ്ങനെ നോക്കുക കേട്ടോ. ആ വിൽപത്രത്തിൻ്റെ വില വരുന്ന കാലം അമ്മ ആവശ്യപ്പെടുന്നത് പോലെ ഞങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞ് ജാനകി പ്രഭാവതിയോട് പറഞ്ഞു. അതുവരെ ഒന്നിച്ച് ജീവിച്ച് പോകാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ജാനകി പ്രഭാവതിയോട് പറയുക. ഈ കുടുംബം ഒന്നിച്ചു പോകാൻ എന്നെക്കാളും കൂടുതൽ അമ്മയല്ലേ ആഗ്രഹിക്കേണ്ടത്, അമ്മയല്ലേ അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി. അതും പറഞ്ഞ് ജാനകി പോകുമ്പോൾ മുത്തശ്ശി എന്ന് പറയണ മുതൽ അവിടെ ഇരിക്കുക. ജാനകിയെ കണ്ടപ്പോൾ അവിടെയൊന്ന് നിന്നേ എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ പിടിച്ചു നിർത്തി. നിന്നെയൊന്ന് കാണാൻ തന്നെയാണ് ഞാൻ ഇവിടെ കാത്തിരുന്നതെന്ന് പറഞ്ഞു. ഇനി മുത്തശ്ശിക്ക് എന്താ പറയാനുള്ളതെന്ന് ജാനകി ചോദിച്ചു. ചുമ്മാതല്ല, നീ നിന്റെ കെട്ടിയവനും കൂടെ ഐസുവിൻ്റെ മുന്നിൽ കാത്തുകെട്ടി കിടന്നതല്ലേടി, വിലപ്പെട്ടതൊക്കെ നേടിയെടുത്തല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കുക ജാനകിയെ. മൂന്നാറിൽ എസ്റ്റേറ്റ് പോയാലെന്താ, കരളായ ഭാഗം തന്നെ രണ്ടും കൂടി അടിച്ചെടുത്ത് കുളഞ്ഞലോടി എന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, വേറെ ആൾക്കാർ ഈ വീട്ടിലില്ലേ, അവർക്കും ഐസുവിൻ്റെ മുന്നിൽ നിന്ന് കാത്തുകെട്ടി കിടക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ആരും വരാതിരുന്നത്? തള്ളച്ചിക്കൊന്നും പറയാനില്ല. വന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അച്ഛന് കുറച്ച് ജീവൻ വീണു എന്നറിഞ്ഞപ്പോൾ അമ്മയും ഭാര്യയും അങ്ങോട്ടേക്ക് വന്നു. അത് സുഖവിവരം അറിയാനായിട്ടല്ല, സ്വത്തിൻ്റെ ഷെയറിന് വേണ്ടി വന്നതാണെന്ന കാര്യവും ജാനകി തള്ളച്ചിയോടങ്ങ് പറയാം. എന്നീയുള്ള സ്വത്തുക്കളെല്ലാം സ്വന്തം പ്രയത്നം കൊണ്ട് അച്ഛനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിനൊരു ദോഷവും വരുതാതെ കാത്തു സൂക്ഷിക്കാനും അച്ഛൻ അറിയാം. പിന്നെ അളകാപുരി അഭിയേട്ടൻ്റെ പേരിൽ എഴുതി വെച്ചത്. ഈ കുടുംബം എന്നും നിലനിന്ന് പോകണമെങ്കിലേ അഭിയേട്ടൻ ഈ വീടിന് കാവലുണ്ടാകണമെന്ന് അച്ഛന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് പറയുമ്പം അവൻ്റെ സേവ പിടിച്ച് നീയും നിന്റെ ഭർത്താവും കൂടെ കൈയടക്കാതെ എൻ്റെ കുടുംബം അടി എന്ന് മുത്തശ്ശി വലിയ ആളായി പറയാം. നിന്നെപ്പോലെ ഒരു അനാഥയും കുടുംബത്തിൽ പിറക്കാത്തവനും എൻ്റെ കുടുംബം അടി കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പം അളകാപുരി എങ്ങനെ മുത്തശ്ശിയുടെ കുടുംബം ആകുമെന്ന് നേരം ചോദിച്ചു ജാനകി. ഇത് അച്ഛന് കിട്ടിയ പൈതൃക സ്വത്താണോ? ആണെങ്കിൽ നിങ്ങളത് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. മുത്തശ്ശിയുടെ ഭർത്താവ് ബിസിനസ് നടത്തി സർവ്വതും കടം കയറി നശിച്ചല്ലേ മരിച്ചതെന്ന് ചോദിച്ചു. തള്ളച്ചിക്ക് എല്ലാം പറയാനുണ്ടോ? ആ ഒരവസ്ഥയിൽ നിന്ന് പടിപടിയായി അധ്വാനിച്ച് അച്ഛൻ ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെയെന്ന്. തള്ളയുടെ ചരിത്രം മുഴുവൻ ജാനകി അങ്ങ് എടുത്ത് വിളമ്പി കഴിഞ്ഞു. തള്ളയ്ക്ക് പിന്നെ മിണ്ടാട്ടെന്ന് പറയുന്നില്ല. നന്നേ ചെറുപ്പത്തിലെ ഏതോ എസ്റ്റേറ്റിൽ സൂപ്രണ്ടായി തുടങ്ങിയ ജീവിതമല്ലേ അച്ഛൻ്റേത് അല്ലേ? അളകാപുരിയുടെ ചരിത്രം മുഴുവനും ഇങ്ങ് പോരുക. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സമ്പാദ്യങ്ങളിൽ അവകാശം പറയാൻ അച്ഛനും മാത്രമേ അവകാശമുള്ളൂ. അച്ഛൻ്റെ അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് കുടുംബം പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ അതെല്ലാം തിരിച്ചു കിട്ടിയപ്പോൾ മുത്തശ്ശി എല്ലാം മറന്നു. വേർതിരിവിൻ്റെ പേരിൽ മക്കളെ രണ്ട് തട്ടിൽ നിങ്ങൾ നിർത്തി. എല്ലാ പ്രശ്നങ്ങളും ഈ കുടുംബത്തിൽ വരുത്തി വെച്ചത് നിങ്ങൾ ഒരുത്തിയാണെന്ന കാര്യവും ജാനകി പറഞ്ഞിട്ട് എലിയെ പേടിച്ച് ഇല്ലം ചുട്ടതുപോലെ ആയില്ലേ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയെന്ന് ചോദിച്ചു. ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുമോ മിണ്ടാട്ടം ഇല്ലാണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വന്തം മകനെ ശരശയ്യയിൽ വരെ കിടത്തിയിരിക്കുക. നിങ്ങൾ എപ്പോഴും വെറുത്തുകൊണ്ടിരിക്കുന്ന അഭിയെന്ന മനുഷ്യൻ നിങ്ങളുടെ മകനെ പകലില്ലാതെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. ഇനി പറ, ആരാ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം? ഞങ്ങളാണോ എന്ന് ചോദിച്ചു. അതോ നിങ്ങളാണോ എന്ന് ചോദിച്ചു. തള്ളച്ചിക്ക് പിന്നെ മിണ്ടാട്ടമില്ല, നാം ഇറങ്ങിപ്പോയി ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ഒരാളാണ് മുത്തശ്ശി, അതിനെല്ലാത്തിനും കാരണക്കാരി എന്നും ജാനകി പറഞ്ഞ് അച്ഛനെതിരെ അമ്മയെ പറഞ്ഞ് ഇളക്കി വിടാതിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിൽക്കുക. ഓരോ കുടുംബം ഒരേ മനസ്സോടെ കൊണ്ടുപോകാനേ ഓരോ നല്ല കുടുംബിനിക്ക് മാത്രമേ കഴിയുകയുള്ളെന്നും
നിങ്ങൾ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുകയോ ചെയ്തതെന്ന കാര്യവും ജാനകി പറയുവാണ്. നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ മാത്രമാണ് മുത്തശ്ശി നിങ്ങളുടെ മകൻ ജീവച്ഛവം പോലെ തളർന്നു കിടക്കുന്നതെന്നും പറഞ്ഞ് ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും വെല്ലുവിളികളുമായി നിങ്ങൾ ഓടി നടക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ച് തള്ളയുടെ വായടപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു മകൻ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോൾ ഉള്ളൊരുകുന്ന ഒരു അമ്മ മനസ്സ് അത് നിങ്ങൾക്കില്ല എന്നും പറഞ്ഞു. തള്ളച്ചിക്ക് അന്നൊരു ബാധകമേ അല്ല. എന്താ മുത്തശ്ശി ഒന്ന് നെഞ്ചു പൊട്ടി കരയാൻ ഒരമ്മയായ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക ജാനകി. അത്രയും ചോദിച്ചിട്ട് ജാനകി അവിടെ നിന്ന് പോയി. പുള്ളിക്കാരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഒന്നും പറയാനില്ല. കാരണം ജാനകി പറഞ്ഞതെല്ലാം സത്യമായ കാര്യമായതുകൊണ്ടേ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിരഞ്ജനയെ ഫോൺ വിളിക്കുക അപർണ. അപ്പോൾ എന്ത് പറയാനാ, നിനക്ക് സുഖമായിട്ട് നിന്റെ വീട്ടിൽ പോയിരിക്കാം. ഭർത്താവ് ടൂറിലാണല്ലോ, ഞാനിവിടെ അടുക്കളയിൽ കിടന്ന് ഉരുകയാണെന്ന് പറഞ്ഞ് അപർണ നിരഞ്ജനെ വിളിച്ചപ്പം അപർണയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ, അമ്മല് ലച്ചുവിനെ പഠിക്കാൻ കൊണ്ടുപോയെന്നും അടുക്കള ജോലികൾ മുഴുവനും നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് മാത്രമായെന്നും പറയുന്നു. അതൊക്കെ കേട്ടപ്പോൾ ചിരി വരുമോ നിരഞ്ജനയ്ക്ക്. നിരഞ്ജന നിന്ന് ചിരിക്കുക. ആ മുത്തശ്ശി പിശാചിനെ കൊണ്ട് സ്വൈര്യം കിട്ടുന്നില്ല. ഉള്ള മധുരമല്ലേ അവിടെ വാരി കയറ്റി കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരും. അത് കഴിഞ്ഞാൽ ഓട്സ് കഴിക്കാനായിട്ട് ദേ വരുന്നു. അങ്ങനെ വീട്ടിലെ അവസ്ഥകളൊക്കെ നമ്മുടെ നിരഞ്ജനയെ പറഞ്ഞു കേൾപ്പിക്കുക. അപർണ പറയുന്നതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് ചിരി വരിക. ഒരു സെർവൻറ്റിനെ വെക്കാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ലെന്നും അപർണ തന്നെയല്ലേ ആ പാവം നളിനി ചേച്ചി അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. എത്ര കാലം അവർ ആ വീട്ടിൽ നിന്നതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി കുറ്റം മുഴുവനും കൂടി എൻ്റെ തലയിലേക്ക് അങ്ങ് വെച്ചതാ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അജയ് വരാതെ നിരഞ്ജന ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരിക്കും അല്ലേ? അജയ് എന്തായാലും ഉടനെ വരും എന്ന് നിരഞ്ജന നേരം പറഞ്ഞു. ഇവളന്നേരം കളിയാക്കുക. ശരിക്കും അജയ് ആരെ കാണാനാ പോയേ? നിരഞ്ജനയ്ക്ക് അതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ? പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാ അജയ്. അതുമായി ബന്ധപ്പെട്ടാണ് അജയ് പോയതെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കാനല്ലേ ഭാര്യയ്ക്ക് കഴിയത്തുള്ളൂ. പിന്നെ പിന്നാലെ പോയാൽ അറിയാം ആരുടെ കൂടെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. നിരഞ്ജന ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപർണ എന്താ ഒരു വക കൊള്ളിച്ചു പറയുന്നു. അയ്യോ ഞാനൊരു പരമാർത്ഥം പറഞ്ഞതേ ഉള്ളേ. പിന്നെ നമുക്കറിയാവോ അവരുടെയൊക്കെ മനസ്സിൽ എന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്? നമുക്കറിയില്ലല്ലോ. അജയുമായുള്ള വിവാഹ സ്വപ്നവുമായിട്ട് കുറച്ചു കാലം ഞാനും കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എത്ര കൂളായിട്ടാ അജയ് എന്നോട് ബിഹേവ് ചെയ്തതെന്ന് അറിയാവോ? അന്ന് നിരഞ്ജന അവൻ്റെ സ്നേഹിതയായിട്ട് കൂടെയുള്ള സമയമായിരുന്നു. അപ്പോഴും അവൻ എൻ്റെ മുന്നിൽ അങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ നിരഞ്ജനയുടെ മുന്നിൽ നിൽക്കാനോ അവന് കഴിയും. പിന്നെ അങ്ങനെ സ്വത്തിൻ്റെ വിഷയം വന്നപ്പോൾ എത്ര പെട്ടെന്ന് അജയുടെ നിറമൊക്കെ അങ്ങ് മാറിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിരഞ്ജന ഇങ്ങനെ ഇതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുമ്പോൾ അപർണയ്ക്ക് മനസ്സിലായി ഏറ്റിട്ടുണ്ടെന്നും ഒരു പെണ്ണിനെ ചതിക്കാൻ മനസ്സുള്ളവൻ 100 പെണ്ണിനെയും ചതിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇത് അപർണയുടെ തിയറിയാണെന്ന് നിരഞ്ജന കൂട്ടിക്കോളാനും പറഞ്ഞു. നിരഞ്ജന ഒന്നും മിണ്ടുന്നില്ല. നിരഞ്ജന എന്നിട്ട് ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. സംസാരിച്ചെന്ന് കറിയുടെ കാര്യം മറന്നു എന്നാൽ വെക്കുവാണേ ശരി എന്നാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഏതായാലും അവൻ്റെ കാമുക ആരാണെന്നൊന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞ അളകാപുരിയിലെ 2ാമത്തെ മകൻ്റെ പോട്ടവും കീറുവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ അപർണ. തൊട്ടടുത്ത നിമിഷം തന്നെ നിരഞ്ജന ഫോൺ എടുത്ത് അജയെ വിളിച്ചു. പക്ഷെ കിട്ടിയില്ല. ഈ സമയത്ത് നിരഞ്ജന അവിടെ വന്നിരിക്കുന്നു. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നു. നീ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പോകണ്ടെന്ന് വെച്ചത് എന്താണെന്ന് ചോദിച്ചു. ജാനിയടുത്ത് അളകാപുരിയിലോട്ട് പോയെന്ന് പറഞ്ഞു. ഏടത്തി ഇല്ലാതെ അങ്ങോട്ട് പോകാൻ എനിക്കൊരു താല്പര്യവും തോന്നിയില്ല എന്ന് നിരഞ്ജന പറയാം. അജയ് വരുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിക്കുമോ മോളോട്. പിന്നെ ജാനിയടുത്ത് ഇല്ലെങ്കിൽ ആ വീട്ടിലെ ജീവിതം ഭയങ്കര ബോറാമ്മേ, ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നും പറഞ്ഞ് മോള് പറയുക. പിന്നെ അമ്മ സദാ നേരവും റൂമിൽ തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടി ഇരിപ്പാ. മുത്തശ്ശിയെ കാണുന്നത് പോലും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ കുട്ടികളോടൊക്കെ എത്ര നേരം എന്ന് വെച്ചാൽ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. നിന്റെ അച്ഛന് അജയോടുള്ള സമീപനം കുറച്ചൊക്കെ മാറി വന്നതായിരുന്നു. പിൽപത്രത്തിൻ്റെ വിവരം അറിഞ്ഞതോടെ പഴയ നിലയിലേക്കായി ബാക്കിയല്ല. അജയ് വീണ്ടും കഴിവുകെട്ടവനായി മാറിയെന്നുള്ള കാര്യവും പറഞ്ഞ് അമ്മയും മോളും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. വലിയൊരു ഭാരവും മനസ്സിൽ പേറിയ ഞാനിപ്പോൾ മുന്നോട്ട് കഴിച്ചു കൂട്ടുന്നത് അത് നിനക്കറിയാവോ എന്ന് അമ്മ മോളോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വേദന അമ്മയോടല്ലാതെ വേറെ ആരോട് പറയാനാണെന്ന് മോള് ചോദിച്ചു. അമ്മ ഇതൊന്നും കയറി അച്ഛനോട് പറയാനായിട്ടൊന്നും പോവണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറയുക. എന്താ അത് പോരേന്ന് ചോദിച്ചപ്പം ഞാനൊന്നും പറയാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ എന്തോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അജയ് പോയി എന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷനായി. അതിനൊരു ക്ലാരിറ്റി ഒക്കെ വേണ്ട മോളെ. നീ ഇങ്ങനെ ഒന്നും അവിടെ ഇവിടെയും തൊടാതെ നിന്ന് എന്താ ശരിയാന്ന്?
ഞാനിപ്പോൾ അജയോട് ചോദിക്കാമെന്ന് വെച്ചാൽ തന്നെ ചോദിച്ചാലും അവൻ മറുപടി ഒന്നും പറയില്ല. അജയ്ക്ക് ചിലപ്പോൾ അതിന് മറുപടിക്ക് താല്പര്യം പോലും കാണില്ല. അപ്പോൾ അവൻ ആരോടൊപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് ആരാണെന്ന് അറിയാനുള്ള അവകാശമെങ്കിലും നിനക്കില്ലേ എന്ന് ചോദിച്ചു. ഇത് പണം കൊണ്ടുള്ള ഇടപാടുകളല്ലേ മോളെ, അപ്പോൾ പിന്നെ ഇത് ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ചു. അജയ് നിൻ്റെ കോള് എടുക്കേണ്ടതല്ലേ, ആരുടെ കോൾ എടുത്തില്ലെങ്കിലും. അവൻ ബാംഗ്ലൂരിലേക്ക് തന്നെയാണോ പോയതെന്ന് പോലും നിനക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. അവൻ ആരുടെ കൂടെയാണെങ്കിലും നീ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്നും അമ്മ ചോദിക്കുക. അവനെ പറ്റിയുള്ള വിവരങ്ങളെ മറ്റുള്ളവർ അന്വേഷിക്കുന്നതും നിന്നോടല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് ഒന്നും പറയാനില്ല, ഉത്തരം മുട്ടി നിൽക്കുക. അപ്പോൾ എൻ്റെ മോളും ദൂരെ എങ്ങും പോകാതെ ഈ നാട്ടിൽ ഞങ്ങളുടെ കൺവട്ടത്ത് തന്നെ ജീവിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് നിന്റെ പ്രതീക്ഷകൾ നിനക്ക് തെറ്റിപ്പോയി എന്ന് തോന്നിയാൽ അമ്മയ്ക്ക് അത് ആദ്യം തന്നെയല്ലേ മോളെ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് അമ്മ ഉപദേശിക്കുക. നിന്നെ സങ്കടപ്പെടുത്താനായിട്ടൊന്നും പറഞ്ഞതല്ല അമ്മ. ഒരു മകളുടെ മനസ്സ് അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളെന്നും അതാ അമ്മ പറയുന്നതെന്നും പറഞ്ഞു. അമ്മയുടെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ് മകൾക്ക് കിട്ടുന്നത്. അത് കേട്ടപ്പം അജയ് ഇനി വക്കീൽ വേഷം ധരിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലമ്മേ, അങ്ങനെ നടക്കുമെന്നും തോന്നുന്നില്ല. ഇനി അച്ഛനും അജയും തമ്മിൽ ഒരുപാട് ദൂരം അകന്നു പോകുമെന്നും എനിക്കറിയാം. മറ്റു പല ചിന്തകളുമായിട്ട് അജയ് ഇപ്പം നടക്കുന്നതെന്നുള്ള കാര്യവും അമ്മയോട് മോള് മനസ്സ് തുറന്ന് പറയുന്നു. ഇത്രയും കാലം അടച്ചിട്ടിരുന്നൊരു തടവറയിൽ നിന്ന് പുറത്ത് ചാടിയ ഒരു പ്രതീതിയാണ് ഇപ്പോൾ അജയ്ക്ക് ഉള്ളത്. അജയുടെ പെരുമാറ്റത്തിലും അങ്ങനെയൊക്കെ തന്നെയാണെന്നും പറഞ്ഞിങ്ങനെ പറയുക. അജയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നും അതവൻ്റെ പ്രൊഫഷനാണെന്നുള്ള കാര്യമൊക്കെ പറയുക. ദേ അവൻ്റെ ഈ എടുത്തുചാട്ടം നിൻ്റെ ഭാവിക്ക് നല്ലതായിരിക്കില്ലെന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോയി. നിരഞ്ജന ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. അപർണ ഇപ്പോഴും ചിക്കൻ കറി തന്നെ കിടക്കുവാണ് അവിടെ. ചിക്കൻ കറി കോരി എടുത്ത് നോക്കും, ഇങ്ങനെ നോക്കും. ഇതെങ്ങാനും ചീറ്റിപ്പോയെന്ന് പറഞ്ഞ് അമൽ എന്നെ പരിഹസിക്കാൻ അവനുള്ള വഴിയായെന്നും പറഞ്ഞുകൊണ്ട് ഈ കറിയും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഈ കറിയെല്ലാം കൂടെ വാരി ഇങ്ങ് എടുത്തുകൊണ്ട് പോകുകയും ആ കറിയെല്ലാം കൂടെ ഉരുണ്ട് പടച്ചതേ അടുക്കളയിൽ വീണു. അപ്പം ഇത് കണ്ടുകൊണ്ട് അമല് വരുന്നേ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു ഇവള് തലയ്ക്കും കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് അമല് വന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. അമലിന് ഒരുപാട് സന്തോഷമായി കാഴ്ച കണ്ട്. അമൽ കണ്ടത് അപർണയും കണ്ടു. അപർണ ഇങ്ങനെ ചമ്മി വിളറി അമലിനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ, എന്ത് ചെയ്യണം എന്നറിയാതെ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നല്ല അടിപൊളി എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ താൻ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം താൻ അനുഭവിച്ചിടും എന്ന കാര്യം സത്യമായി വന്നിരിക്കുന്ന അപർണയുടെ കാര്യം. എല്ലാവർക്കും പാര പണിതും എല്ലാവരുടെയും സമാധാനം കെടുത്തി നടന്ന് സ്വന്തം കഴിവുകളല്ല ഇപ്പോൾ മറ്റുള്ളവർ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു കഴിവും ഇല്ലാത്തവളാണെന്നുള്ള സത്യം. അപ്പം അങ്ങനെ ആ ഒരു വിശേഷമൊക്കെ ഇന്നത്തെ കഥയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്താണ്. അടുത്ത കഥയും കഥാവിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും ടാറ്റ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.